ഇത് സണ്ണിച്ചനും സൂസിയും. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഒത്തിരി നാളായി. ദുബായിൽ വർഷങ്ങളായി കഴിയുന്ന സണ്ണിച്ചന് ഇപ്പോഴാണ് തൻ്റെ ഭാര്യയെ ദുബായിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്. അതും 2 മാസത്തെ വിസിറ്റ് വിസയിൽ. വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടേ പ്രവാസിക്ക് ഒന്നിച്ച് ജീവിക്കാൻ. അങ്ങനെ ഇതാ ഒടുവിൽ ദുബായിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള അവരുടെ അഭിലാഷം നിറവേറിയിരിക്കുന്നു. ഈ ഫ്ലാറ്റിലെ സൗകര്യങ്ങളുമൊക്കെ കണ്ട് കണ്ണുകളണ്ട. ഇത്രയും അടിപൊളി സെറ്റപ്പ് ഒന്നും ഒരുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സണ്ണിച്ചനാവില്ല. ഈ ഫ്ലാറ്റ് തൽക്കാലം 2 മാസത്തേക്ക് സണ്ണിച്ചൻ്റെ ഒരു നല്ല സുഹൃത്ത് വിട്ടുകൊടുത്തതാണ്. അദ്ദേഹം കുടുംബസമേതം നാട്ടിൽ പോയിരിക്കുകയാണ്. സണ്ണിച്ചൻ്റെയും സൂസിയുടെയും ഇന്നത്തെ രാത്രി ദുബായിലെ ആദ്യ രാത്രിയാണ്. അവരുടെ സന്തോഷത്തിൽ നമുക്കും പങ്കുചേരാം. അങ്ങനെ നമ്മുടെ ആഗ്രഹം കൂടി അങ്ങ് നടന്നു. കല്യാണം കഴിഞ്ഞ് വർഷം പലതും കഴിഞ്ഞെങ്കിലും ഇപ്പോഴെങ്കിലും നിന്നെ ദുബായിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലോ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. പിന്നെ ഇന്നത്തെ ദിവസം ഇങ്ങനെ സംസാരിച്ചും സാധനങ്ങൾ അടക്കി പറക്കി ഇരുന്നിട്ട് കാര്യമില്ലട്ടാ. അതൊക്കെ പിന്നെ ഒതുക്കി വെക്കാം. നീ എൻ്റെ അടുത്തൊന്ന് വന്നിരിക്കി. നിന്നെ ഞാൻ ശരിക്കും ഒന്ന് കണ്ടോട്ടെ. കൊച്ചു കള്ളൻ, എന്താ ഒരു ആക്രാന്തം. ഞാനില്ലാത്തപ്പോ ആരെയാണാവോ ഇങ്ങനെ അടുത്തിരുത്തിയത്? ഓ പിന്നെ നീയില്ലെങ്കിലും ഇവിടെ എനിക്ക് ഒന്നിനും കുറവൊന്നുമില്ല. എന്റെ അടുത്തും വലുതിരിക്കാൻ എത്ര പേരുണ്ടെന്ന് അറിയാം നിനക്ക്. നീ എന്താ വിചാരിച്ചേ? അവളുമാരിങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. എന്റെ അമ്മോ, ഞാനൊരു തമാശ പറഞ്ഞാണ് എന്റെ പൊന്നെ. ഇനി അതും പറഞ്ഞ് കാട് കയറണ്ട. ഞാനും ഒരു തമാശ പറഞ്ഞത് എന്റെ പൊന്നിച്ചായ. ഞങ്ങളുടെ ഓഫീസിലെ റാണിയും സമീറയും കുടുംബമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ഫ്ലാറ്റിൽ അവര് താമസിക്കണേ. അവരിപ്പോ എത്തും. അപ്പോഴേക്കും ഇച്ചായനൊന്ന് കുളിച്ചിട്ട് വാ. ശരി, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും നീ അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്ക്. ഹലോ ഹലോ, ഇതാരാ സംസാരിക്കണേ? ഞാൻ സണ്ണിച്ചന്റെ ഭാര്യ. നിങ്ങളാരെന്ന് മനസ്സിലായില്ലല്ലോ. സണ്ണിച്ചന്റെ ഭാര്യയോ? സണ്ണിച്ചന്റെ ഭാര്യ എവിടെയുള്ള കാര്യം കള്ളൻ എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. പോട്ടെ, സാരില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ല. നിങ്ങളുടെ പേരെന്താ? സണ്ണിച്ചന്റെ ഫ്രണ്ട് ഒരു സുകന്യ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. സുകന്യോ? നിങ്ങൾക്കെന്താ രാത്രി ഇവിടെ കാര്യം? ഹലോ ഹലോ ഹലോ. ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ തന്നെ ഏതൊരു പെണ്ണ് വിളിച്ചല്ലോ. പെണ്ണോ? ഏത് പെണ്ണ്? ഏതോ ഒരു സുകന്യ. അവൾ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വരുന്നത്? അവൾക്ക് എന്താ ഇവിടെ പണി? സുകന്യയോ? ഏത് സുകന്യ? നീ എന്തൊക്കെയാ പറയണേ? ഒന്ന് തെളിച്ച് പറ. മൊബൈൽ ഫോണിലല്ല, ലാൻഡ് ഫോണിലാ വിളിച്ചത്. ലാൻഡ് ഫോണിലാ? അതിന് ഈ നമ്പർ ആർക്കും അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഇപ്പൊ എന്നെ ഏത് പെണ്ണ് വിളിക്കാനാ? ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞാനില്ലാത്തപ്പോ ആരൊക്കെ നിങ്ങളുടെ കൂട്ട്? പറ, കേൾക്കട്ടെ. നിനക്ക് എന്താ സൂസി, വട്ടായ? നീ എന്താ ഇങ്ങനെ പിച്ചും പേയും പറയുന്നത്? എനിക്കിവിടെ ആരോ ഉള്ളത്? എനിക്ക് നിങ്ങൾ അത്ര വിശ്വാസമില്ല. കുറച്ചു മുമ്പ് നിങ്ങളെ പറഞ്ഞതേ ഉള്ളൂ, എടുത്തും വലത്തും ഇരിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ആളുണ്ടെന്ന്. ഞാനില്ലെങ്കിലും നിങ്ങൾക്ക് പരമ സുഖാണെന്ന്. അപ്പൊ ഞാൻ കരുതി അത് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരു മണ്ടിപ്പെണ്ണ്. ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. എന്റെ സൂസി, ഞാനത് തമാശ പറഞ്ഞതല്ലേ. നീ അത് കാര്യമാക്കി എടുത്തോ?
നീ ഒന്ന് സമാധാനായിരിക്കേ. നീ എപ്പോഴേക്കത് കാര്യമൊക്കെ എടുത്തോ? ആരെങ്കിലും നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാവും. ഹലോ ഹലോ, സണ്ണിച്ചനല്ലേ? ഇതാരാണ്? ഞാൻ സണ്ണിച്ചന്റെ ഭാര്യ. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്ത് വേണം? സണ്ണിച്ചന്റെ ഭാര്യയോ? കൊച്ചു കള്ളി. ഭാര്യയുടെ പേരും പറഞ്ഞ അവിടെ കയറി കൂടിയിരിക്കുക. നടക്കട്ടെ നടക്കട്ടെ. ഇങ്ങോട്ട് തന്നെ. ഹലോ ഹലോ. ഛേ, അപ്പോഴേക്കും കട്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഒരുവാളല്ല, പലരുണ്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം. നിങ്ങൾ അവരുടെ കൂടെ അഴിഞ്ഞടിക്കോ. എൻ്റെ ദൈവമേ, എങ്ങനെയാ ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? ആരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാവും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കും വേണ്ട. എൻ്റെ ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ? ഏത് ചെകുത്താന്മാരാ ഞങ്ങളുടെ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കണേ? വല്ലാത്ത കഷ്ടം തന്നെ. മൊബൈൽ ഫോണിലേക്കാണ് കോൾ വന്നിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കായിരുന്നു. ഇപ്പം അതിനും നിവർത്തിയില്ല. ദൈവമേ, ഇതാ റാണിയും സമീറയും വരുന്നതായിരിക്കും. നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. വാ വാ. ഹായ്. ഹലോ ഹലോ. വാ, ഇരിക്കേ. അടിപൊളി സെറ്റപ്പാണല്ലോ സണ്ണിച്ച. നമ്മുടെ സാറിന്റെ ഫ്ലാറ്റ് സണ്ണിച്ചായി എടുത്തത് എത്ര ഭാഗ്യായി. എല്ലാം ദൈവാനുഗ്രഹം. എന്താ സണ്ണിച്ച ആകൊരു മൂഡ് ഓഫ്? ഈ സമയത്ത് ഞങ്ങൾ വന്നത് ഇഷ്ടായില്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവരെൻ്റെ ഓഫീസ് സ്റ്റാഫാണ്. ഇത് സമീറ, ഇത് റാണി. അത് റാണിയുടെ ഹസ്ബൻഡ്, ഇത് സമീറയുടെ ഹസ്ബൻഡ് മോൻ. ഇവർ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കണേ. എന്താ സണ്ണിച്ച, ചേച്ചിക്ക് ഒരു സന്തോഷമില്ലല്ലോ? ഇപ്പോൾ തന്നെ 2 ഫോൺ കോൾ വന്നു. സൂസിയാണ് ഫോൺ എടുത്തത്. ഏതോ 2 സ്ത്രീകളെ വിളിച്ചത്. അവരെന്തൊക്കെയോ സൂസിയോട് പറഞ്ഞു. അതിന് ശേഷം തുടങ്ങിയതാ ഇങ്ങനെ. ഇവളോട് എന്തു പറഞ്ഞിട്ടും വിശ്വസിക്കണില്ല. എനിക്കിവിടെ ആ പെണ്ണുങ്ങളുമായി അവിഹിത ബന്ധമുണ്ടെന്നാണ് ഇവൾ സംശയിക്കുന്നത്. അവൾക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ലാത്രേ, മനുഷ്യൻ്റെ സമാധാനം കളയാൻ. ചേച്ചി ആരെങ്കിലും പറ്റിച്ചതായിരിക്കും. അവരെന്താ പറഞ്ഞത്? അതിന് ഞാനല്ല ഫോൺ എടുത്തത്, സൂസിയാണ്. ഞാൻ ഇവിടെ മോശപ്പെട്ട തരത്തിലുള്ള ജീവിതമാണ് നയിക്കുന്നത്, അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും കാര്യാക്കണ്ട. ആരും നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്താണ്. സണ്ണിച്ചിന് നമുക്കറിയാലോ. ഈ ലാൻഡ് ഫോൺ നമ്പർ നമ്മുടെ ഓഫീസ് സ്റ്റാഫിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. അവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ ഫോൺ ചെയ്യുന്നതാണ് എൻ്റെ ബലമായ വിശ്വാസം. സണ്ണിച്ച, ഞങ്ങളോട് ദേഷ്യപ്പെടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. എനിക്കെന്തിനാ നിങ്ങളോട് ദേഷ്യം? എന്താ കാര്യം? സത്യത്തിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവർ 2 പേരും ചെയ്ത ഒരു പണിയാണ്. ഇതിത്ര കാര്യമാവെന്ന് വിചാരിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത് തമാശയല്ല, കാര്യമാവുന്നു. ഇപ്പൊ എന്തായി? സമാധാനമായല്ലോ. ഇവർ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളുടെ മാപ്പി വയ്ക്കുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പോട്ടെ ചേച്ചി, ഞങ്ങൾ ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. ഇത് ഇത്ര കാര്യമാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. സണ്ണിച്ചൻ ഞങ്ങൾക്കൊരു സഹോദരനെ പോലെയാ. സണ്ണിച്ചിനെ പോലെ ഒരു നല്ല ഭർത്താവിനെ ചേച്ചിക്ക് കിട്ടിയത് ചേച്ചിയുടെ ഭാഗ്യമാ. ദൈവത്തിനോട് നന്ദി പറയണം. സണ്ണിച്ച, ചേച്ചി സമാധാനിപ്പിച്ചേക്ക്. നമ്മൾ ഇവിടെ നിന്നാലേ എങ്ങനെ ഇവരെ സമാധാനിക്കുക? ഇന്ന് ഇവരുടെ ദുബായിൽ ആദ്യ രാത്രി ആയിരിക്കും. എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ.
ഇത്രയേ ഉള്ളോ നിനക്ക് എന്നോടുള്ള വിശ്വാസം അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കെന്തോ അപ്പം അങ്ങനെ തോന്നി. സോറി, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ ഞാൻ നിന്നെ മാത്രം കുറ്റം പറയില്ല. മറ്റുള്ളവരുടെ ജീവിതത്തെ തൊട്ട് കളിക്കുമ്പോൾ അവരും ഒന്ന് ചിന്തിക്കണം. ഒരിക്കൽ പൊട്ടി തകർന്നാൽ പിന്നീട് ഒരിക്കലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത പളുങ്കുപാത്രമാണ് ദാമ്പത്യ ജീവിതം. ഇറ്റ് ഈസ് എ ക്രൂവൽ ജോക്ക്.